എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ആൾക്കാര് ആ ഷെഫുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ CP9 ടീം അവരെ കാണിക്കും. അവരുടെ അടുത്തേക്ക് ഒരു സോൾജിയർ വന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങും. അവൻ പറയും ട്രെയിനിലെ 5th കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും തല്ലി തകർത്ത് കളഞ്ഞു. ഇനി ഒരു പക്ഷേ അവരിപ്പോ ആ 3rd ബോഗിയിലെ കുക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം. ലൊച്ചിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫ്രാങ്കിയെയും ഉസോപ്പിനെയും ഹെൽപ്പ് ചെയ്തവൻ അവൻ ചില്ലറക്കാരനല്ല, അവൻ വളരെ പവർഫുൾ ആണ്. ആക്ച്വലി ഇവരെല്ലാവരും ഇരിക്കുന്നത് 2nd ബോഗിയിലാണ്, റോബിൻ ഇരിക്കുന്നത് 1st ബോഗിയിലും. ലൊച്ച് പറയും ഇനി ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പാടില്ല, എത്രയും പെട്ടെന്ന് അവരെ മുഴുവനും കണ്ടെത്തി ലോക്ക് ചെയ്തേ പറ്റൂ. അതിന് അസിസ്റ്റന്റ് പെണ്ണ് അവൾ അടിച്ചു പറയും നമ്മുടെ മിഷൻ ആ ഫ്രാങ്കിയെയും റോബിനെയും നേവി ബേസിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. ആരൊക്കെ നഷ്ടപ്പെട്ടാലും എത്ര പേര് മരിച്ചാലും നമ്മുടെ മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കും. അതൊക്കെ ഇരിക്കട്ടെ, അവർ മൊത്തം എത്ര പേരുണ്ട്? ആ വില്ലന്മാരെ എല്ലാവരെയും നിങ്ങൾ കണ്ടോ? അതിനാവും പറയും അതെ ഞാൻ കണ്ടു. അതിലൊരുത്തൻ ഫ്രാങ്കിയാണ്, മറ്റൊരുത്തൻ മൂക്കൊക്കെ നീണ്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ്, വേറൊരുത്തൻ ഒരു ചെമ്പം മുടിയൻ. ലൊച്ചിക്കാണെങ്കിൽ അവൻ മൂക്കിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പിടികിട്ടും അത് ഉസോപ്പാണെന്ന്. ഉടനെ അസിസ്റ്റന്റ് പെണ്ണ് പറയും അവരുറപ്പായിട്ടും നിക്കോ റോബിന് വേണ്ടിയായിരിക്കും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക, എത്രയും പെട്ടെന്ന് നമുക്ക് റോബിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിന് ലൊച്ചി പറയും ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല, അവരെ കൊണ്ട് റോബിനെ തിരികെ കൊണ്ടുപോകാൻ കഴിയില്ല. കട്ട് ചെയ്താ ഇവിടെ സാഞ്ചി അവൻ ഒച്ചത്തിൽ നിലവിളിച്ചു പറയും ഫ്രാങ്കി, ഉസോപ്പ്, നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകണം, അവിടെ എത്തി റോബിനെ രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. ഉടനെ സാഞ്ചി പറഞ്ഞത് കേട്ട് അവർ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോവാൻ അങ്ങനെ മുൻപോട്ട് കുതിച്ചു പായും. അത് കണ്ട ഷെഫ് വില്ലൻ അവനിപ്പം മാവ് ഉപയോഗിച്ച് നമ്മുടെ ചെക്കന്മാരെ അറഞ്ചം പൊറഞ്ചം ഷൂട്ട് ചെയ്യും. ജസ്റ്റ് മിസ്സിന് നമ്മുടെ ആൾക്കാര് ആ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ആ കുക്കാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവൻ വീണ്ടും അറഞ്ചം പൊറഞ്ചം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ അറ്റാക്കിലാണെങ്കിൽ ഇപ്പൊ ബോഗി അത് ഓൾമോസ്റ്റ് ഒരുപാട് സ്ഥലത്ത് തകരാനായിട്ട് ആരംഭിക്കും. സാഞ്ചിക്കാണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവൻ ഫുൾ കലിപ്പില് കാല് നീട്ടി ആ വില്ലനെ ആഞ്ഞടിക്കും. പക്ഷെ വില്ലന് ഓൾറെഡി നല്ല സ്പീഡ് ആയതുകൊണ്ട് തന്നെ അവന്റെ ഓരോ പഞ്ചിൽ നിന്നും വില്ലൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഫ്രാങ്കി പറയും സാഞ്ചി പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ രണ്ടുപേരും റൂഫ് വഴി അടുത്ത ബോഗിയിലേക്ക് പോവാണ്. അത് കേട്ട കുക്ക് അവൻ ചിരിക്കും. അടുത്ത കമ്പാർട്ട്മെന്റില് നെറോ ഉണ്ട്, അവന്റെ പവറിന് മുൻപിൽ നിങ്ങൾക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, നിങ്ങളെ എല്ലാവരെയും അവൻ ലോക്ക് എന്ന് പറഞ്ഞ് ഇപ്പൊ ആ ഒരു വില്ലൻ പൊട്ടിച്ചിരിക്കും. സാഞ്ചി വീണ്ടും അവൻ അച്ചരം പൊച്ചറ ഇടിക്കും. പക്ഷെ ഒരു ഇടി പോലും ആ വില്ലന്റെ ബോഡിയിൽ കൊള്ളില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ബോഗിയുടെ മുകളിൽ നിൽക്കുന്ന നമ്മുടെ ഉസോപ്പിനെ കാണിക്കും. ഉസോപ്പ് കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കുകയാണ്. ഈ 4 ബോഗിയില് ഏതിലായിരിക്കും റോബിൻ ഉണ്ടാവുക? അത് കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ബോഗിയിലേക്ക് ചാടി വീണ് വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ഇട്ട് റോബിനെ തിരികെ പിടിക്കാം. പക്ഷെ എങ്ങനെ ആ കമ്പാർട്ട്മെന്റ് അത് കണ്ടെത്തും എന്നവൻ കാര്യമായിട്ട് ആലോചിക്കുമ്പോഴായിരിക്കും ഉസോപ്പിന് ആ ഓക്ടോപ്പസിന് ഓർമ്മ വരിക. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവിടെ സാഞ്ചിയെ കാണിക്കും. അവൻ ഒരുപാട് തവണ ആ വില്ലനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവൻ അതിൽ നിന്ന് എല്ലാം തന്നെ ഈസി ആയിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഷെഫ് ആണെങ്കിൽ കാലിൽ ഫയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സാഞ്ചിയെ അറ്റാക്ക് ചെയ്യും. എന്നിട്ടും സാഞ്ചിക്ക് ഒന്നും സംഭവിക്കില്ല. ഓൾറെഡി അവന്റെ 12 പഞ്ച് മിസ്സായതിനെ തുടർന്ന് ആ കുക്ക് വില്ലന്റെ മൂക്കിലൂടെ ഇപ്പൊ ബ്ലഡ് പുറത്തേക്ക് വരാൻ തുടങ്ങും. വില്ലൻ ചോദിക്കും നീയും ഒരു സൂപ്പർ സ്റ്റാർ ഫൈറ്റർ ആണോ? അതിന് സാഞ്ചി പറയും അല്ല, നിന്റെ ഫൈറ്റ് അത് വളരെ മോശമാണ്, അതുകൊണ്ടാണ് എന്നോട് ഫൈറ്റ് ചെയ്ത് നിനക്ക് ജയിക്കാൻ കഴിയാത്തത്. അത് കേട്ട് ആ ഒരു വില്ലൻ അവൻ പറയും എന്നെ എന്തുകൊണ്ടാണ് സെക്യൂരിറ്റിയിൽ നിർത്തിയതെന്ന് നിനക്കറിയോ? അത് ഞാൻ പറയില്ല, കാണിച്ചു തരാന്ന് പറഞ്ഞ് ഒരു ചാക്കിൽ നിന്ന് കോൺഫ്ലവർ എടുത്ത് അങ്ങനെ തിന്നാൻ തുടങ്ങും. എന്നിട്ട് ആ ഒരു കോൺഫ്ലവർ അവൻ മൂക്കിലൂടെ നൂഡിൽസ് ആക്കി മാറ്റി പുറത്തെടുക്കും. എന്നിട്ട് വീണ്ടും അവൻ ആ നൂഡിൽസ് ഒരു കോട്ടാക്കി മാറ്റി സാഞ്ചി അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ ചാടി ചാടി നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ട്രെയിനിന്റെ മുകളില് ആ വില്ലൻ നെറോവോ അവനിപ്പോ അവിടേക്ക് ഹായ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാര് അവിടെ തന്നെ ഉണ്ടാവുമെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അവൻ ഫ്രാങ്കിയോട് പറയും ഞാൻ CP9 ഒരു പുതിയ മെമ്പറാണ്, ഒരു കാരണവശാലും ഞാൻ നിന്നെ കൊല്ലില്ല, വളരെ സേഫ് ആയിട്ട് ഗവൺമെന്റിന്റെ ബേസിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. ഫ്രാങ്കി അവനോട് ചോദിക്കും നീ എന്തിനാ ഇപ്പൊ റൂഫ് ടോപ്പിലേക്ക് വന്നേ? അതിനവൻ പറയും എന്നെ കടത്തിവെട്ടി നിങ്ങൾ രക്ഷപ്പെടാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതിന് ഫ്രാങ്കി ഇപ്പൊ പുറകിൽ എന്തോ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കും നിന്റെ പിന്നില് അതെന്താണ്? അത് കേട്ടവൻ തിരിഞ്ഞു നോക്കുന്ന ഗ്യാപ്പില് ഫ്രാങ്കി കൈ ചുരുട്ടി അവനിട്ട് ഒറ്റ ഇട്ടി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയുടെ ട്രെയിൻ കാണിക്കും. നാമി ആണെങ്കിൽ ഭയങ്കര ടെൻഷനില് ലൂഫി ആയിരിക്കും
കാര്യമായിട്ട് അന്വേഷിക്കുക. അവൾ ആ ഫ്രാങ്കി ടീമിനോട് ചോദിക്കും, ലൂഫിയെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? അതിനവര് പറയും, അവൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഒരല്പം മുൻപാണ് അവൻ ട്രെയിനിന്റെ മുകളിലേക്ക് പോയത്. അത് കേട്ട് നാമി അവൾ ഷോക്കാവും. കാരണം ഓൾറെഡി മഴ പെയ്ത് ട്രെയിനിന്റെ മുകൾ ഭാഗം മുഴുവൻ ഇപ്പൊ സ്ലിപ്പറി ആയിട്ടിരിക്കുകയാണ്. അതിന്റെ മുകളിലൂടെ നടന്ന ഉറപ്പായിട്ടും അവൻ കടലിൽ വീഴും. കടലിൽ വീണ അവന്റെ ഗതി അതോ ഗതി. കട്ട് ചെയ്ത ആ ട്രെയിനിന്റെ മേലെ ലൂഫി അവനിപ്പോ അങ്ങനെ നിരങ്ങി ആ ട്രെയിനിന്റെ തൊട്ടു മുൻപിലെത്തും. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയും, റോബിൻ, സാഞ്ചി, ഞാൻ നിങ്ങളെ തേടി വന്നോണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ആ വില്ലൻ കുക്ക് അവൻ അറഞ്ചം പുറഞ്ചം സാഞ്ചി അടിച്ചുകൊണ്ടേയിരിക്കും. സാഞ്ചിക്ക് കാര്യം പിടികിട്ടും. ഇവനിടുന്ന വമ്പൻ ആക്ഷൻ മാത്രമേ ഇവന്റെ കയ്യിലുള്ളൂ. ബാക്കി അവന്റെ പഞ്ചിനോ അറ്റാക്കിനോ ഒന്നും അത്രയ്ക്ക് വലിയ പവറൊന്നുമില്ല. സാഞ്ചി അവന്റെ കാല് മടക്കി വീണ്ടും ഒരൊറ്റ തൊഴി കൊടുക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്റെ കാല് ആ നൂഡിൽസുകൾക്കിടയിൽ കുടുങ്ങിപ്പോവും. അത് കണ്ട ഷെഫിന് അവന് ഭയങ്കര സന്തോഷാവും. അവൻ അങ്ങനെ സാഞ്ചിയെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റ അടി. ആ ഒരു അടിയില് സാഞ്ചി വേദന കൊണ്ട് പൊളഞ്ഞ് അവന്റെ കാല് പുറകിലേക്ക് വലിക്കാൻ തുടങ്ങും. വില്ലനാണെങ്കില് സാഞ്ചിയുടെ അവസ്ഥ മുതലെടുത്ത് അങ്ങനെ ചാടി വന്ന് സാഞ്ചിയുടെ ബോഡിയിലേക്ക് അടിച്ചു വീഴും. അവൻ ചോര തുളുമ്പി അങ്ങനെ നിലവിളിച്ച് കരയും. എന്നിട്ടും ഒട്ടും കലി അടങ്ങാതെ ആ വില്ലൻ അവൻ സാഞ്ചിയെ തല്ലി കൊല്ലുകയാണ്. സാഞ്ചിക്ക് പിടികിട്ടും അവന്റെ ബോഡിയിൽ തൊട്ടാൽ അത് അപകടമാണ്. അവൻ വളരെ എളുപ്പത്തില് എന്നെ ലോക്ക് ചെയ്യും. സോ അവന്റെ ബോഡിയിൽ ടച്ച് ചെയ്യാതെ ലോങ് ഷോട്ടിൽ നിന്ന് അവനെ കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവനെ തകർക്കാൻ കഴിയുന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര കാൽക്കുലേഷനിൽ നിൽക്കുമ്പോഴായിരിക്കും ആ വില്ലൻ അവൻ ആ ന്യൂഡിൽസ് എടുത്ത് ക്ലാപ്പ് ചെയ്യും പോലെ സാഞ്ചി അറഞ്ചം പുറഞ്ചം അടിക്കും. അവന്റെ ഓരോ ക്ലാപ്പിലും സാഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു ചാടി സേഫായ ഒരു ഭാഗത്തേക്ക് പോയി അങ്ങനെ മാറി നിൽക്കും. സാഞ്ചി ആണെങ്കില് ആ വില്ലന്റെ തല അതാണ് അവന്റെ വീക്ക് പോയിന്റ് എന്ന് കരുതി ഫുൾ ഫോഴ്സില് അവന്റെ തല ലക്ഷ്യമാക്കി എടുത്തു ചാടും. പക്ഷെ അവൻ മൂക്ക് വെച്ച് ബുള്ളറ്റ്സ് ഉണ്ടാക്കി അത് അച്ചരം പൊച്ചരം സാഞ്ചിക്ക് നേരെ അയക്കും. സാഞ്ചിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് കണ്ട വില്ലൻ ഷെഫ് അവന്റെ കൈകള് അങ്ങനെ വട്ടത്തിൽ കറക്കി സാഞ്ചിക്ക് നേരെ വരും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ചെക്കൻ സാഞ്ചി അവൻ വലിയൊരു കത്തിയെടുത്ത് ആ വില്ലന്റെ നൂഡിൽസ് കൈകള് അതൊന്നൊന്നായി വെട്ടി വീശാൻ തുടങ്ങും. അതിനുശേഷം അവൻ കട്ട് ചെയ്തെടുത്ത ന്യൂഡിൽസ് അതങ്ങനെ ഹായായി പ്ലേറ്റിലെടുത്ത് ഇത് മൊത്തം 1.5 കിലോ ഉണ്ടാവും, നിനക്ക് കഴിക്കാൻ വേണോന്ന് വില്ലനോട് ചോദിക്കും. സാഞ്ചിയുടെ നിൽപ്പും ആക്ഷനൊക്കെ കണ്ട് വില്ലന്റെ പിരിയിളകും. ഉടനെ ആ വില്ലൻ അവൻ ദേഷ്യപ്പെട്ടു പറയും, ഒരു റിയൽ കുക്കിന് മാത്രമേ കിച്ചൺ നൈഫൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയൂ, നീയൊക്കെ വെറും വേസ്റ്റ് ആണ്. അത് കേൾക്കേണ്ട താമസം സാഞ്ചി അവന്റെ ഓരോ കയ്യിലും കത്തിയെടുത്ത് അത് വ്യത്യസ്ത രീതിയിൽ കറക്കാനായിട്ട് തുടങ്ങും. മുകളിലേക്ക് എറിഞ്ഞും കറക്കെടുത്തും എന്നിങ്ങനെ വമ്പ സ്റ്റൈലില് ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ ഹായായിട്ട് നിൽക്കും. അപ്പൊ അതേസമയം മുകളില് ഫ്രാങ്കിയും ആ വില്ലനും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഫ്രാങ്കിക്കാണെങ്കിൽ ആ വില്ലൻ അവനൊരു മനുഷ്യനാണോന്നും വില്ലനാണെങ്കിൽ ഫ്രാങ്കി ഒരു മനുഷ്യനാണോന്നും ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നും. എന്നിട്ട് വീണ്ടും അറഞ്ചും പുറഞ്ചും ഇടിയോടിടി. കട്ട് ചെയ്ത ഉസോപ്പ് അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഫസ്റ്റ് ബോഗി അതിലേക്ക് വലിഞ്ഞു കയറി ആ മിററിന്റെ അടുത്തേക്ക് വരും. റോബിനാണെങ്കിൽ ആ നീണ്ട മൂക്ക് കാണുമ്പോൾ തന്നെ പിടികിട്ടും അത് സാക്ഷാൽ ഉസോപ്പാണെന്ന്. അവനെ കണ്ട് അവള് ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.